നോക്കട്ടോ ഈ സമയത്ത് നമ്മൾ തൃശ്ശൂരെത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോഴത്തെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ള് റിനോവേഷൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച്, അതായത് ഇപ്പോൾ നിങ്ങളെ കണ്ട വീഡിയോ ഉണ്ടല്ലോ ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞേക്കും. അന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അന്ന് പോക്കിടന്നില്ല. അന്ന് പിന്നെ നേരെ ഒരു പ്രാന്തിൽ ഇവിടുന്ന് നേരെ ഇവിടുന്ന് ബാംഗ്ലൂർ അങ്ങനെ പോയി. അപ്പോൾ പ്ലാനില്ലാതെ, പക്ഷേ ഇതും ഈ ഒരു യാത്രയും പ്ലാനില്ലാതെയാണ്. പക്ഷേ ഇത് നമ്മൾ ആഗ്രഹിക്കുമല്ലോ ലൈഫിൽ. അങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ യാത്രയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യാത്ര നീണ്ട് അങ്ങനെ പോകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇൻസ്റ്റാ 360 വടി ഇവിടെ ഉണ്ട്. പിന്നെ ഡ്രസ്സ് കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒറ്റ ബാഗാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ, നമ്മളെ കൂടെ യാത്രയിൽ നമ്മളെ കുട്ടിക്കാലം മുതലുള്ളൊരു സുഹൃത്തു കൂടി ഉണ്ട്. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ട് വീഡിയോൻ്റെ പാതിയിൽ ഓനെ കാണാൻ, അല്ലെങ്കിൽ തമിഴിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, വീട്ടിലധികം എന്ന് കഴിഞ്ഞാൽ വേറെ കുറേ ചൊറകളുണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഇവിടെ ഇറങ്ങിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു, ലഗേജൊക്കെ സെറ്റ് ചെയ്തു. ഈ നേരെ ഇവിടെ നിന്ന് പോവാണ്. ഓക്കെ, ഇറങ്ങട്ടെ, വീട്ടിൽ നിന്ന് ഇറങ്ങാട്ടോ. മാം ബോസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ട്രെയിന് വന്നു, നേരെ കയറി പോകണൊക്കെ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. നമ്മളെ സുഹൃത്ത് ഷെരീഫ് വരാണ്ട്, പക്ഷെ ഷെരീഫിനെ അവിടെ കാണാമല്ലോ. ഓന് വണ്ടൂർ എത്തിയിട്ടുള്ളൂ. ഓനും സമയം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം വരുമല്ലോ അറിയില്ല. അപ്പോൾ നല്ല ഇതുണ്ട്, റോഡിൽ കിതച്ച് കയറിയിട്ടേ. ഈ ട്രെയിന് പോകാണ്ട്. ഇപ്പോൾ വാണിയമ്പലത്ത് നമ്മളുള്ളത്. ഇനി ഇവിടുന്ന് അടുത്ത ട്രെയിനിന് ആയിരിക്കും ചിലപ്പോൾ വരിക. ഈ ഭാഗ്യമുണ്ട്, ഈ ട്രെയിന് കിട്ടും. എന്തായാലും ഒരു നിംസിൻ്റെ അവിടെ എത്തിക്കൊണ്ട് ഒരു 2-3 കിലോമീറ്റർ കൂടി ഉണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് എത്തിയാൽ മതി. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. സംഭവം നല്ല ചൂടുണ്ടോ? പിന്നെ വല്ല ഐഡിയ ഉണ്ടോ നമ്മളിവിടെ പോകണ വല്ല ഐഡിയ ഉണ്ടോ? അല്ലല്ലോ, ഒരു പ്ലാനും ഇല്ല. മറ്റേ ട്രെയിനും വന്നു കേട്ടോ. ഒരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാലേ, എൻ്റെ കൂടെ വരാനുള്ളത് എൻ്റെ സുഹൃത്ത് ഷെരീഫാണ്. സുഹൃത്ത് ഇവിടെ എത്തിയിട്ടില്ല. സുഹൃത്ത് ഉള്ളത് ഇപ്പോൾ എവിടെയാണോ, ഓനോൻ്റെ വൈഫ് സമഹി പോലെ രണ്ടാളും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് വിളിച്ചോക്കട്ടെ. ഇപ്പോൾ നിംസും പഠിക്കുള്ളത്, നിംസിൽ അവർ എത്തിക്കണം. കാറിൽ വന്നുകൊണ്ടിരിക്കണം. ടിക്കറ്റൊക്കെ എടുത്തിക്കണേ. ഇനി നേരെ അവർക്ക് ഒന്ന് ഓടി കയറിയാൽ മതി. എന്തായാലും ഈ ട്രെയിൻ എത്തിയും ചെയ്ത് നോക്കട്ടെ, വിളിച്ചോക്കട്ടെ കേട്ടോ. സംഭവം വണ്ടി ഇങ്ങനെ വന്നിക്കണ്. പഠിച്ചോന്നെ ചെറുക്ക് എത്തിയാൽ മതി. ഈ വണ്ടിയാണ് ഈ ഓണടിച്ചു ഓടി കയറണപ്പോൾ ഇനി നേരെ ആ ട്രെയിൻ കയറി. കിട്ടി, കറക്റ്റ് കിട്ടി. നീല ഡ്രസ്സ് അതിൽ കയറിടാ. നമ്മൾ ചെറുക്കൻ കയറി. അപ്പം ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് പോകണമെന്നുള്ളൊരു ഐഡിയ ഇല്ല. ട്രെയിനിൽ ഇപ്പം നമ്മൾ കയറി, ഓനയിലെ കയറി എന്നാണ് എൻ്റെ അറിവ്. അപ്പം നേരെ ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് എവിടെയാണ് എന്നുള്ള അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ നേരെ വാണിയമ്പലത്തിനോട് ഇവിടെ പറഞ്ഞാൽ നേരെ അങ്ങനെ ഓൺ ട്രെയിനിൽ കയറിയിടോ. ഓനവിടുന്ന് വീഡിയോയിൽ നിങ്ങൾ കണ്ടോ അറിയില്ല, ഞാൻ എന്തായാലും കണ്ടു. അപ്പോൾ ഓൻ കയറി, നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, വേറെയും കുറേ ആളുകൾ ഇതിലുണ്ട് പാസഞ്ചേഴ്സായിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഒരു ഒറ്റ പോക്ക്, ഒറ്റ മൈൻഡിൽ. ഓക്കെ, ഈ ആഴ്ചയിലെ 2ാമത്തെ ഒറ്റ മൈൻഡാണ്. എൻ്റെ വാപ്പ അവിടെ ആക്കാൻ വന്നേ, എൻ്റെ വാപ്പ എഴുതിയിട്ട് ആക്കാൻ വന്നു. ഇവർക്ക് ഭയങ്കര സങ്കടം. പിന്നെ പെരീന്ന് ഉമ്മാനോടും ഉപ്പാനോടും എല്ലാവരും സലാം പറഞ്ഞ് ഇറങ്ങിയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം കേട്ടോ. ഓക്കെ, നമ്മുടെ നാടിൻ്റെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോവാൻ നിർത്താൻ വേണ്ടി ഇങ്ങനെ പോയി. അപ്പം നമ്മൾ ഷെരീഫിനെ കാണാൻ വേണ്ടിയിട്ട് ബാക്കത്തെ സീറ്റിലേക്ക് പോവാണ്. ഇപ്പം നമ്മളുള്ളത് എവിടെയാണ്? മേലാറ്റൂരല്ല, എന്താണ്, അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇവിടെ നമ്മൾ നേരെ സീറ്റ് നമ്മളെ ബാക്കിലുണ്ട് പറഞ്ഞു. അപ്പം നേരെ അങ്ങോട്ട് വിടുകയാണ്. അപ്പം നമ്മൾ നേരെ ചെക്കനെ കണ്ടു. ഒരു നീല ഷർട്ട് ഉണ്ടോ? പൊലിവിലാണ്. അങ്ങനെ നമ്മൾ വന്ന് നമ്മളെ വണ്ടി
എവിടെ എത്തി? ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഷെരീഫിനെ കിട്ടി. സമ അവിടുന്ന് പോയി. ഓക്കെ, ഒറ്റ സെക്കൻഡ്. ഞാൻ വീഡിയോ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു പാസിങ്ങിനെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് കുറച്ച് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, സ്വാഭാവികം. പിന്നെ മഴ, നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴ ഉണ്ട് എന്നുള്ള ഫീലൊന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ. ഇന്നലെ വരെ നല്ല കൊടൂര മഴ പെയ്തിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനത്തെ കുറച്ച് കാഴ്ചകളുണ്ടല്ലോ. ചെക്ക് അവിടെ ഉണ്ട്, ഓന് മാനേജർ ആയിക്കണ. ഇപ്പോൾ ക്ലിയർ അല്ലേണാ? ക്ലിയർ അല്ലേ? ഓവർഫ്ലോ ആണ്. അതെ അതെ അതെ, കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പം ഞാൻ ആ ട്രെയിനിൽ ഇരിക്കുമ്പോഴേ നമ്മൾ ട്രെയിന് പോകണമായിട്ട് തോന്നും ആ വണ്ടി പോകുമ്പോൾ? അതിനെന്തോ ഒരു ഫിസിക്സ് ഉണ്ട്, അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ ആ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, കുറേ വണ്ടികൾ പോകുന്നു. ഒന്നല്ല, ഒരു വണ്ടി പോകും. പിന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥിരം കാഴ്ചകൾ, കാപ്പി എന്ന് പറഞ്ഞിട്ട്. നമുക്കിപ്പോൾ അവിടെ ഒരു സീറ്റ് കിട്ടിക്കണേ, നമ്മളവിടെ പോയി ഇരിക്കട്ടെ. ഓക്കെ, നമ്മൾ സുരക്ഷിതമായി നമ്മൾ ട്രെയിനിൽ ഇരുന്നോ. ആയിരുന്നോ? പേരെന്തേനു? മർവാൻ. ട്രെയിൻ ഇപ്പോൾ സ്റ്റാർട്ടായാൽ പോകും. അപ്പോൾ നമ്മളെ വണ്ടി ഷൊർണൂരിനോട് വിട പറഞ്ഞ് പോവുകയാണ്. വേറെയും കുറേ പാസഞ്ചേഴ്സ്. അതെ, ഇപ്പുറത്ത് കൂടെ ഒരു റൂട്ട് പോകണ്ടേ, അതങ്ങട്ടാ? ആ റൂട്ടാണ് പാലക്കാട്. ഉണ്ടോ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഭാഗത്തേക്ക് പോകുന്നത് പാലക്കാട് റൂട്ടാണ് കേട്ടോ. റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് എറണാകുളം, കോട്ടയം അങ്ങനെ റൂട്ട്. ഓക്കെ, നല്ല രസമല്ലേ കാഴ്ചകൾ? സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ. അപ്പം ട്രെയിനും വിൻഡോ സീറ്റും ആ സ്മെല്ലും നല്ല ഇതിട്ട് നോക്കാം. എന്താണ് വേറെ ടീം ഓപ്പണിംഗ് അതർ വേൾഡിലെ നൈസ് ആംബിയൻസ് കേട്ടോ. ദ versatile beauty of evergreen we can explore during മലയാളികൾക്ക് വേണ്ടിയിട്ട് വന്ന് we are going in Kerala. The beautiful lush greenery you can experience. മലയാളത്തിൽ തർജ്ജമ പറയും. പാവപ്പെട്ട മലയാളി. അതെ, ആ ഒരു പ്രകൃതി രമണീയത നമുക്കിവിടെ അനുഭവിച്ചറിയാൻ പറ്റും. മുകളിൽ വിദേശയാത്ര നടത്തി. വിദേശയാത്ര ഉണ്ടോ? ഭാരതപ്പുഴയുടെ മനോഹരമായ നമ്മളെ വണ്ടി ഷൊർണൂർ ഇങ്ങനെ കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ മറുവാനെ കണ്ടത്. മറുവാൻ്റെ കടല. ഇത് മറുവാൻ ഒറ്റയ്ക്ക് വീട്ടിലുണ്ടായിക്കൊണ്ടെന്നാണ് അല്ലേ? അതെ അതെ, എൻ്റെ വീട് പറഞ്ഞു. എൻ്റെ വീട് കരുവാറുണ്ട്. മറുവാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും. എന്ത് ചെയ്യണേ? എന്ത് ചെയ്യണേ? ഇവിടെ ഇരിക്കുകയാണ്. എപ്പോഴും ഇവിടെ ഇരിക്കലാണോ? എന്ത് പഠിക്കണോ? എവിടെ സ്ഥലം? എവിടെ? കൊച്ചി. എന്താ പരിപാടി? പ്ലാൻ എന്താ? എൻ്റെ ഫ്യൂച്ചർ ആഗ്രഹം എന്താണ്? അങ്ങനെ ഫുട്ബോൾ പ്ലെയർ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്നത് ഒരു ഫേമസ് ഫുട്ബോൾ പ്ലെയർ ആണ് ഭാവിയിലെ. അപ്പോൾ കടല എടുത്തൊക്കെ അടുത്ത കടല നോക്കി ചെക്കന്മാരെ നമ്മളേതോ ഫേമസ് ആയിട്ടുള്ള വ്ളോഗറാണ് സംഭവം. നമ്മളെ വീഡിയോ 4 ആൾക്കാർ കാണുള്ളൂ. നിൽക്കറിയില്ലല്ലോ കൊണ്ട കടല കൊണ്ടാ നോക്ക്. മുണ്ടല്ലേ അവര് കാണുന്നുണ്ട്. സംഭവം നമ്മളെ കല്യാണ കണ്ടന്റുകളേ അതൊരു ഇഞ്ച കഥകളല്ല കേട്ടോ സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വാച്ച് ചെയ്യാണ്, ഓരോരുത്തർ വാച്ച് ചെയ്യാണ് നമ്മുടെ നാട്ടിലിരിക്കുന്ന സമയത്ത്. എന്നിട്ട് ആദ്യം നമ്മുടെ അനുഭവങ്ങളാക്കി അങ്ങനത്തെ കുറേ കണ്ടന്റുകളുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. എൻ്റെ പേഴ്സണൽ ഷെഫീഖ് അലി ജോലിക്കുന്ന അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ വോയേജർ ഗ്രാമിൽ പിന്നെ പെർഫെക്റ്റ്ലി നമ്മൾ ട്രാവൽ ഓറിയൻറ്റഡ് കണ്ടന്റുകളാണ്. അപ്പോൾ ഓഗസ്റ്റ് 2-നാണ് നമ്മളടുത്ത് യാത്ര പോണത്. ഓഗസ്റ്റ് 12-ന് പോകുന്നുണ്ട്. 14 ദിവസത്തെ യാത്രയാണ്. ആഗ്രയും ഡൽഹിയും കശ്മീരും പഞ്ചാബില്ല, ആഗ്ര ഡൽഹി കശ്മീരാണോ
അത് ട്രെയിന് ലോക്കോ പൈലറ്റിന് സിഗ്നൽസ് കിട്ടണേറെ മുന്നേ ചെക്കൻ അറിയേണ്ട വിവരങ്ങള് എല്ലാം അറിയാം. നമ്മളെ ഭാഗ്യാണ്. ബൈപ്പാസ് പുതിയ ബൈപ്പാസാണ്. ഇവിടുന്ന് കരുവാരൻ്റെ ട്രെയിനിൻ്റെ റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ പോകണം. കട നല്ല രസമുണ്ട്. കുറച്ചും കൊണ്ടുവന്നാ ഒരു വെള്ളക്കുപ്പി അങ്ങുണ്ടോ? അവന് വേറെ ആരും കിട്ടൂല. എന്നെ കുറച്ച് വെള്ളം തരുമോ? ഓളെ വെള്ളം കിട്ടി. വള്ളത്തോൾ നഗർ വെള്ളം ഒന്നും വാങ്ങിക്കൊടുക്കണ്ടോ? ട്രെയിനിലുള്ള സകല ആൾക്കാരെ വെള്ളവും. താങ്ക് യു. ഓരോരുത്തരും വെള്ളം വാങ്ങി കുടിച്ച. നമ്മളിപ്പോൾ ഉള്ളത് വള്ളത്തോൾ നഗറിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കുടിച്ചു. ഓക്കെ, നമ്മൾ തൃശ്ശൂരെത്തിയപ്പോഴേക്ക് തിരക്ക് കൂടി സുഹൃത്തുക്കളെ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ നോക്കട്ടോ. ഈ സമയത്ത് ഫോൺ പുറത്തേക്കല്ലോ വിളിച്ചോണ്ടിരുന്നു. എനിക്ക് കിട്ടൂല. അത് വിഷയമില്ല. സമയം ഏകദേശം 7 മണി കഴിഞ്ഞിട്ടോ. കറക്റ്റ് 7:14 എയർപോർട്ടാണ് അത് കാണുന്നത്. പിന്നെ നമ്മൾ നേരെ എയർപോർട്ടും കഴിഞ്ഞ് നേരെ ഒന്ന് പോകും. അങ്ങനെ നമ്മളിപ്പോൾ എറണാകുളത്തെത്തി. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നത് നേരെ കോട്ടയത്ത് പോയിട്ട് വർക്കല പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നമ്മളെ പ്ലാനിൽ നേരെ നമ്മളിവിടെ ഇറങ്ങുകയാണ്. ഓക്കെ, നമ്മളെ നാർവാലല്ല, എന്താണ് മർവാനും മുബശ്ശിർ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് നമ്മളെ റൂമിലേക്ക് പോകണം. ഓക്കെ, ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സെറ്റല്ലേ? എവിടെയാണ് നമ്മളുള്ളത്? എറണാകുളം. നമ്മൾ നേരെ ഇനി ടൗൺ നേരെ പുറത്തേക്ക് നടക്കുകയാണ്. നമ്മൾ വന്ന വണ്ടിയാണ് പോകുന്നത് കേട്ടോ. നാളെ ഇറങ്ങുമ്പോഴേ വണ്ടിക്കാർ ഭയങ്കര ചാമ്പലുണ്ട്. അപ്പോൾ നേരെ ഇവിടെ ഫ്രീ സൈഡ് ഓട്ടോ കൗണ്ടറുണ്ട്. അവിടേക്ക് വരിക, നമുക്ക് പോകാനുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുക. അതിനുള്ള പൈസ വേണം. 2 രൂപയാണ് സർവീസ് ചാർജ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. മനസ്സിലാവും. എന്താ പറയുക, നമ്മൾ അവിടെ എത്തുമ്പോഴേ രാത്രിക്കാണെങ്കിൽ ചിലപ്പോൾ പറയുന്ന റേറ്റ് ആവും. അല്ലെങ്കിൽ ഊബർ എടുത്ത് പോകണം. ഊബർ ആകുമ്പോൾ റേറ്റ് കൂടും. ഈ പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടർ വന്നിട്ട് വണ്ടി ബുക്ക് ചെയ്യണം ഏറ്റവും ബെറ്റർ. കടലാണ് കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ ബുക്കിംഗ് 215 നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ളത്. ശരിക്കും അതിൻ്റെ റേറ്റ് ഊബറിൽ കാണിക്കുന്നത് 94 റുപ്യാണ്. പിന്നെ കാറാണെങ്കിൽ 135. ഓക്കെ, ചില സമയത്ത് അത് പെടും. നമ്മൾ പെട്ടു. നമ്മളിത് ഇതിൽ കയറണില്ല. അത് ഓൾറെഡി പാസ് എടുത്തു. ഞാൻ ഇതിൽ കയറണില്ല. നമ്മൾ നേരെ ഊബർ ബുക്ക് ചെയ്ത് പോകണം. ഓക്കെ, ഓട്ടോ ബുക്ക് ചെയ്തു. ആ 200 സംതിങ് എന്ന് പറഞ്ഞത് നമുക്ക് 110 കിട്ടി. നമ്മൾ ഊബർ ബുക്ക് ചെയ്തു, പോവാണ്. ഇതിലാണ് 97. അതേ സാധനത്തിന് 97 രൂപ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മുടെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ നേരെ റൂമിലെത്തിയിട്ട് ഇനി ഫ്രഷപ്പും കാര്യങ്ങളും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് നേരെ കടന്നു. നാളെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.